കുറേ പേരിങ്ങനെ നെഗറ്റീവായിട്ട് അല്ലാതെ ഈ പറയുന്ന പോലെ ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല. ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം? കാരണം പ്രഗ്നൻസിയെ കുറിച്ച് കുറേ പേരിങ്ങനെ നെഗറ്റീവായിട്ട് ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വലിയ സന്തോഷമുള്ളൊരു വീഡിയോ ഒന്നും അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിഞ്ഞവർ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത, കുട്ടികളില്ലായ്മ. അപ്പം അതിലൂടെ കടന്നു പോകുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ ഒരുപാട് പേർക്ക് കുട്ടികളില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്ത് നിന്ന് കാണുന്നവർക്ക് നമ്മളോട് പറയാം, നിങ്ങൾ എന്താ കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കാത്തത്, നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. കാരണം അവരുടെ ബുദ്ധിമുട്ട് അത് അവർക്ക് മാത്രമേ അറിയാവൂ. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ അറിയാവൂ. കാരണം ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോലെയോ അല്ലെങ്കിൽ ഒരു അസുഖം മറ്റൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോലെയോ അല്ല ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ഉത്തരമില്ലാത്ത ഒരു യാത്ര പോലെയാണത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും, എന്നെങ്കിലും ഒരു ദിവസം അത് ഉണ്ടാവും. അത് എന്നൊന്നും കൃത്യമായിട്ട് മറുപടി ഇല്ലാത്ത ഒരു ചോദ്യമാണത്. പക്ഷേ ഈ കാണുന്നവർക്കുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് കുട്ടികളൊന്നും വേണ്ട, ഇങ്ങനെ കറങ്ങി നടക്കാനാണോ ഇഷ്ടം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ കാണുന്ന ആളുകൾ. ഈ യൂട്യൂബുള്ളവർക്ക് ഈ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്യും, അല്ലാത്തൊരു മുന്നിൽ വന്നിട്ട് പറയും ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയുടെ, നിനക്ക് കുട്ടികളൊന്നും വേണ്ടേടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മളോട് ചോദിക്കാറുണ്ട്. കാരണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന 2 പേരാണ് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയായിട്ട് നമുക്ക് കുട്ടികളില്ല. അപ്പം നമ്മൾ ഇവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീ വ്ളോഗ്സിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് ഏകദേശം 6 വർഷം കഴിഞ്ഞു. നമ്മുടെ അതേ ഇയർ ആയിരിക്കണം അവരുടെയും കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്താണ്. ഞങ്ങള് ട്രിവാൻഡ്രത്ത് അരിമാളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതിലെ അവരുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ ബ്രോ ഇവിടെ ഉള്ളതാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ. ആ ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ആളെ നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ ഇവിടെ അല്ല, ഞാന് കണ്ടിട്ടുള്ള നമ്മളെ സുഭാഷണന്റെ ഒരു ബേക്കറി ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ വരുമായിരുന്നു ആള്. അപ്പൊ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പൊ നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യും ആള്. അപ്പോൾ അവരുടെ വീഡിയോ നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരുപാട് സങ്കടപ്പെട്ടാണ് അവര് ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റിംഗ്. അപ്പോൾ വെറുതെ ആവലാതി പിടിച്ച ആളുകൾ അല്ലാതെ ഈ പറയുന്ന പോലെ ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഇതാണ് സിറ്റുവേഷൻ. അല്ല നിങ്ങൾ ആവശ്യമില്ലാതെ ഈ കമന്റ്സ് ഇടുവല്ലോ. അതിപ്പോൾ നിങ്ങൾക്ക് ഇടുന്നവർക്ക് അത് ബോധമാവില്ല. കാണുന്ന നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഫാമിലിയും ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാവാം. അപ്പം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതൊക്കെ അതിനൊക്കെ ഓരോരോ സമയം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ആ സമയത്തിന് അനിഷ്ടമായി നമ്മൾ ജീവിക്കുക, മനസ്സിലായില്ലേ? നമ്മുടെ ലൈഫിൽ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവണം, കുഞ്ഞുണ്ടാവണം, അതിനകത്ത് ആലോചിക്കണം. എൻ്റെ മാത്രമല്ല, എൻ്റെ അമ്മയുടെ ആയിക്കോട്ടെ, ശ്രീകുട്ടിയുടെ അമ്മയുടെ ആയിക്കോട്ടെ, ഫാദറിൻ്റെ ആയിക്കോട്ടെ, എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും കൂടെ ഇരിക്കുന്നത്. അല്ല, ഞങ്ങൾ മനഃപൂർവ്വം ഒരു കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളൊന്നുമല്ല. ഞങ്ങളുടെ ആഗ്രഹമാണ്. സമയത്തിനനുസരിച്ച് എല്ലാം ആവണം എന്നില്ലല്ലോ. മറ്റുള്ളവർക്കായി, മറ്റുള്ള കപ്പിൾസിൻ്റെ കുഞ്ഞായി ഒരു കുഞ്ഞിനെ കൂടെ കാണണം, നിങ്ങളുടെ കുഞ്ഞിനെ കൂടെ കാണണമെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ് ആവും, അല്ലെങ്കിൽ ലൈഫ് ഒരു പൂർണ്ണതയിൽ. ഇപ്പോൾ അത്രയും വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് വിഷമമായി. കാരണം നമുക്ക് കുട്ടികളില്ലാത്ത നമ്മൾ മുന്നോട്ട് പോകും, നമ്മൾക്കും കുട്ടികളില്ലാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവര് പറയുന്ന ഓരോ വാക്കുകളും ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ഉടനെ മാർജിൻ ഫ്രീയിൽ പോയി ഇരിക്കും പോലെ നമുക്കൊരു കുഞ്ഞിനെ എടുത്തോണ്ട് വരാൻ പറ്റത്തില്ല ഈ ഒരു കേസിൽ. അപ്പം അവര് പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റാതാവും, സൗന്ദര്യം നഷ്ടപ്പെടും, പിന്നെ സിനിമ സീരിയലിൽ അഭിനയിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കൊണ്ടാണ് അവർ കുട്ടികൾ വേണ്ടാന്ന് വയ്ക്കുന്നതെന്നാണ് ഈ പുറത്ത് നിന്ന് കമൻറ്റ് ചെയ്യുന്നവർ പറയുന്നത്. അതാണ് അവർ സങ്കടപ്പെട്ട് നെഗറ്റീവ് ഇത്രയും പറഞ്ഞു. അപ്പം അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് അവർ ഇന്നലത്തെ ആ വീഡിയോ ചെയ്യുന്നത്. കാരണം അവരുടെ ബുദ്ധിമുട്ട് ആരും മനസ്സിലാക്കുന്നില്ല. ഈ ബുദ്ധിമുട്ടിലൂടെ സഞ്ചരിച്ചു പോകുന്ന കുട്ടികളില്ലാത്തവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് മാത്രമേ
ഈ പറഞ്ഞ ഇവരുടെ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം പുറത്ത് നിന്ന് കാണുന്നവർക്ക്, അല്ലെങ്കിൽ പെട്ടെന്നൊരു കുട്ടിയെ കിട്ടിയവർക്ക്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് പെട്ടെന്ന് കിട്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി, അതുകൊണ്ടൊന്ന് നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് അവർക്ക് ഈസി ആയിട്ട് ചോദിക്കാം. പക്ഷേ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കാത്തതോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നോ, ഞാൻ പറയാം, ഒരു 80% ആൾക്കാരും കുട്ടികളില്ലാത്തവർ, കുട്ടികൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇരിക്കുന്നവരല്ല. കാരണം എന്നെ ഒരുപാട് വട്ടം എന്നെ അറിയാവുന്നവർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അയ്യോ നീ എന്തിനാ, നീ കൊച്ചുങ്ങളൊന്നും വേണ്ടേടേ, നീ പക്ഷേ നമ്മളെ പോലെ കണ്ടുപടി എന്നൊക്കെ ഒരുപാട് കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് നമ്മുടെ ഉള്ളിലുള്ള സങ്കടം അല്ല അതിന്റെ ബുദ്ധിമുട്ട് അവരൊരിക്കലും കാരണം അതിനൊരു ചോദ്യമില്ല. എന്ന് നമുക്കൊരു കുഞ്ഞുണ്ടാവും, നമ്മൾ ഇന്ന ഡോക്ടർ കൊള്ളാന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിലോട്ട് ഓടും, അടുത്ത ഡോക്ടർ കൊള്ളാന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിലോട്ട് ഓടും. അപ്പോൾ ഇതിന് നമുക്കൊരു എന്താ, ഈ ഓടി നടക്കുന്നൊന്നും ഈ പറയുന്നവരൊന്നും കാണുന്നില്ല. സത്യം പറഞ്ഞ നമ്മളെ വിഷമങ്ങൾ നമ്മൾ മറയ്ക്കാനാണ് നമ്മൾ അത്രയും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഒക്കെ എല്ലാ സ്ഥലത്തും ചിരിച്ച്. അപ്പൊ അവർക്ക് തോന്നും, ഓ ഇവരെന്ത് ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത്, ഇവർ മനഃപൂർവ്വം കുട്ടികൾ ഇവർക്ക് അടിച്ചു പൊളിച്ച് നടക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വേണ്ടാന്ന് വയ്ക്കുന്നതാണ് എന്നാണ് അവരുടെയൊക്കെ ചിന്താഗതി സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് പുറത്ത് നിന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെ പക്ഷേ അത് ഉള്ളിൽ അനുഭവിക്കുന്നവർക്ക്, അത് യഥാർത്ഥത്തിൽ അനുഭവിച്ചവർക്ക് മാത്രമേ ആ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് ഞാൻ പറയാം, ഈ 2 രോഗം, ഒന്ന് മാനസിക രോഗവും ഒന്ന് ഇൻഫെർട്ടിലിറ്റി, നമ്മുടെ കയ്യിലല്ല ഒന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു കൈ പൊട്ടിയാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, പനി വന്നാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. കൈ ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വേദന അറിയാൻ കഴിയുള്ളൂ. കണ്ടുകൊണ്ട് നിൽക്കുന്നവരെന്ത് ചെയ്യും, ആളെ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. പക്ഷെ അതിന്റെ വേദന അറിയുന്നവരാണ് ഈ മുറിഞ്ഞ ആളിനെ ആയിരിക്കും അതിന്റെ വേദന എന്തെന്ന് അറിയാം. അപ്പൊ ഇന്നലെ അവരുടെ വീഡിയോസ് കണ്ടപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെയാണ് ആ വീഡിയോയിൽ കാണാൻ കഴിഞ്ഞത്. ഈ 6 വർഷം കൊണ്ട് നമ്മൾ അത്രയ്ക്ക് കാരണം വീഡിയോയിൽ വരാൻ പോലും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ആ ഒരു വേദന നമുക്കത് അറിയാന്നുള്ളത് കൊണ്ടാണ്. ആരെക്കാളും കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എല്ലാവരും പറയുന്നത് അവിടെ പോകൂ ഇവിടെ പോകൂ. അപ്പം നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. സത്യമായിട്ടും നമ്മൾ മടുത്തു. കാരണം നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയെന്നല്ല, ഓരോ ആളുകൾ പറയാ ഇന്ന ഹോസ്പിറ്റലിൽ പോയ കുട്ടികളെ കിട്ടും, അങ്ങനെ അവിടെ പോകും, ഓടിപ്പോയി കുറേ ദിവസം ചികിത്സയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. പിന്നെ നമുക്ക് തന്നെ മടുപ്പ് വരും. പിന്നെ ഇതെല്ലാം വേണ്ട, ദൈവം എന്നാണ് തരുന്നത് അന്ന് തരട്ടെ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു പ്രാവശ്യം നമുക്ക് ഒരിക്കലും ആയിട്ടില്ല എന്നല്ല, ഒരു പ്രാവശ്യം നമുക്കായി. പക്ഷെ അതിനധികം ആയുസ്സും ഉണ്ടായില്ല. ഒരുപാട് സന്തോഷിച്ചു. 3 വർഷത്തിന് ശേഷമായിരുന്നു നമുക്ക് ആദ്യമായിട്ട് അത് നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും അങ്ങനെ ചെയ്തില്ല, വെറുതെ അനിയന്റെ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ അറിയുന്നത്. അപ്പം അപ്പോഴത്തേക്കും 2 മാസം കഴിഞ്ഞു പോയിരുന്നു. കാരണം പീരീഡ്സ് ഡേറ്റ് അത് ഇറഗുലർ ആയതുകൊണ്ട് നമ്മൾ ആ ഡേറ്റ് കഴിഞ്ഞ് പോയത് ശ്രദ്ധിച്ചതുമില്ല, ആവുമെന്ന് കരുതി. അറിയില്ല, നമുക്ക് അറിയില്ല. മാസം PCODയും തൈറോയിഡും ഉള്ളതുകൊണ്ട് എപ്പോഴെങ്കിലും ഒക്കെ പീരീഡ്സ് വരും, ആ രീതിയിൽ വരുമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് ഇരുന്ന് പോയതാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞപ്പോഴത്തേക്ക് 2.5 മാസം കഴിഞ്ഞു. പിന്നെ ഒരു 15 ദിവസം കൂടെ നമ്മൾ അറിഞ്ഞിട്ട് അതുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതങ്ങ് ബ്ലീഡിങ് ആയിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇയർലി പ്രഗ്നൻസി ലോസ് ആയിരുന്നു, ഇയർലി അബോർഷൻ. അപ്പോൾ നമുക്ക് ഒരു തവണയെങ്കിലും ആയി, നമുക്ക് അത്രയും 15 ദിവസം നമ്മൾ ആ സന്തോഷം എന്താണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് വീണ്ടും നഷ്ടപ്പെട്ട് വീണ്ടും നമ്മൾ അതിലേക്ക് വീണ്ടും കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അഭിശ്രീ വ്ളോഗ് ചെയ്ത ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് അത്രയ്ക്ക് വിഷമം തോന്നിയത് കൊണ്ടാണ് നമ്മുടെ അവസ്ഥ ഇതാണ് എന്ന് വീഡിയോയിലൂടെ പറയാനുള്ള കാരണം. അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കപ്പിൾസ് ദമ്പതികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മക്കളെ കിട്ടട്ടെ, നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് ഈ കുട്ടികളില്ലാത്തവർ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കരുത്, ചോദിക്കരുത്. നിങ്ങൾ അവിടെ പോകൂ ഇവിടെ പോകൂ, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനഃപൂർവ്വം വേണ്ടാന്ന് വയ്ക്കുന്ന അങ്ങനെയൊന്നും നിങ്ങൾ വേദനിപ്പിക്കരുത്. കാരണം നിങ്ങളുടെ മക്കളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയാണത്. മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണത്. പെട്ടെന്ന് ഞാൻ ഒരു കാര്യം എപ്പോഴും എടുത്ത് പറയുന്നത്, പെട്ടെന്നൊരു കുഞ്ഞിനെ കിട്ടിയവർക്ക് ഈ നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അവർ വിചാരിക്കും, ഓ ഞങ്ങൾക്ക് കിട്ടിയല്ലോ,
പിന്നെന്താ നിങ്ങൾക്ക് കിട്ടാത്തത്? അവിടെ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ വിഷമങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുവാണെങ്കിൽ അതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻ്റ് ഇടുക, നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എന്താ അഭിശ്രീ വ്ളോഗിനോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവം നമുക്ക് വിധിച്ച ടൈം ആകുമ്പോൾ നമുക്ക് ഒരു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ എന്തായിരുന്നാലും തരും. ഈ പറഞ്ഞവർക്കൊക്കെ എന്തായിരുന്നാലും നമ്മൾ മറുപടി കൊടുത്തില്ലെങ്കിലും ദൈവം അതെല്ലാം കാണുന്നുണ്ടാവും. ഒരു ദിവസം അതിനുള്ള മറുപടിയായിട്ട് നമ്മളെ കയ്യിൽ ഒരു കുഞ്ഞിനെ ദൈവം തരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ സന്തോഷം വന്നു ചേരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.